കെ സി കോൺഗ്രസിന്റെ കാലനാവുകയാണോ? കാരണം ഇപ്പോൾ നമ്മൾ നോക്കിയാൽ കണ്ടാൽ മനസ്സിലാവും. ഇപ്പോൾ എന്ത് ഇത് കൊടുത്താലും ശരി മുഖ്യമന്ത്രി സ്ഥാനം വേണം എന്നുള്ള പിടിവാശിയിൽ തന്നെയാണ് കെ സി വേണുഗോപാൽ. അപ്പം അങ്ങനെ നടക്കുമ്പോൾ കേരളം 2 ബൈ ഇലക്ഷനിലോട്ട് പോകും. അതുപോലെ തന്നെ ബി ജെ പിക്ക് അതൊരു മീൻസ് മത്സരിക്കാനും വീണ്ടും ഒരുപക്ഷെ തിരിച്ചെടുക്കാൻ വലിയൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ വിഷയം കാണുന്നത്? കെ സി പിടിവാശിയിൽ തന്നെയാണെന്നുള്ളത് മാധ്യമങ്ങൾ നൽകുന്ന വിവരമാണ്. കെ സി ഇതുവരെ എവിടെയും പറഞ്ഞിട്ടില്ല. മാധ്യമങ്ങൾ പറയുന്നതിലൂടെയാണ് നമ്മളത് അറിയുന്നത്. യഥാർത്ഥത്തിൽ കേരളത്തിലെ ജനം, കോൺഗ്രസ്സുകാർ മാത്രമല്ല, ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വി ഡി സതീശൻ കേരളത്തിലെ മുഖ്യമന്ത്രി ആകണം എന്നുള്ളതാണ്. സമയം, കാലം, അതേപോലെ തന്നെ സാഹചര്യം, ഇത് മൂന്നും കെ സിക്ക് അനുകൂലമല്ല എന്ന് പ്രിയപ്പെട്ട കെ സി വേണുഗോപാൽ തിരിച്ചറിയണം എന്നാണ് വളരെ ബഹുമാനപൂർവ്വം കെ സിയോട് പറയാനുള്ളത്. നമ്മൾ ഇതേ വിഷയത്തിൽ 2-3 ദിവസം മുമ്പ് ഒരു വീഡിയോ ഇല്ലായിരുന്നു. അന്ന് നമ്മളതിൽ ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. അതായത് വി ഡി സതീശനല്ല കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് വരുന്നതെങ്കിൽ കോൺഗ്രസ് പിളരും എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അതിന് സമാനമായിട്ടുള്ള സാഹചര്യമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ എമ്പാടും വി ഡി സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ആഹ്വാനങ്ങളും പ്രകടനങ്ങളുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഡൽഹി കേരള ഹൗസിൽ കഴിഞ്ഞ ദിവസം രാത്രി ജൻസികളുടെ വലിയ വരവേൽപ്പാണ് വി ഡി സതീശന് വേണ്ടിയിട്ട് ഉണ്ടായിരിക്കുന്നത്. ജൻസികളുടെ, യൂത്തിൻ്റെ. അപ്പോൾ ഒരു യൂത്തിൻ്റെ, ന്യൂ ജനറേഷൻ്റെ ലീഡറാണ് വി ഡി സതീശൻ എന്ന കാര്യത്തിൽ നമുക്ക് വ്യക്തതയുണ്ടായി. ക്രെഡിബിൾ ആയിട്ടുള്ള, വിശ്വാസ്യതയുള്ള നേതാവാണ് വി ഡി സതീശൻ എന്ന കാര്യത്തിൽ നമുക്ക് വ്യക്തതയുണ്ടായി. റിസ്ക് ടേക്കിംഗ് ആയിട്ടുള്ള മെൻറ്റാലിറ്റി ഉള്ളൊരു നേതാവാണ് വി ഡി സതീശൻ എന്ന കാര്യത്തിൽ നമുക്ക് വ്യക്തതയുണ്ടായി. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യത്തിൽ കൃത്യമായിട്ടുള്ള വ്യക്തത വി ഡി സതീശൻ വരുത്തി എന്നതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ ജനസ്വീകാര്യത കിട്ടുന്നത്. ഇപ്പം ഇരിക്കൂറിൽ നിന്ന് നിരവധി കോൺഗ്രസ് പ്രവർത്തകർ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾക്ക് മുമ്പാകെ പൊട്ടിത്തെറിച്ചുകൊണ്ട് പ്രതികരിക്കുകയുണ്ടായി. കെ സി വേണുഗോപാലിനുള്ളൊരു ഭീഷണി സ്വരമായിരുന്നു, ഒരു സന്ദേശമായിരുന്നു അത്. അതായത് കെ സി വേണുഗോപാൽ ഇരിക്കൂറിൽ മത്സരിക്കാൻ വന്നു കഴിഞ്ഞാൽ നിങ്ങളെ ഉറപ്പായിട്ടും നമ്മൾ കോൺഗ്രസ് പ്രവർത്തകർ തോൽപ്പിച്ചിരിക്കുന്നതാണ് ഇരിക്കൂറിലെ കോൺഗ്രസിൻ്റെ ചുണക്കുട്ടികൾ അല്ലെങ്കിൽ ആൺകുട്ടികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെ കെ സി വേണുഗോപാൽ സ്വീകരിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ ഇതൊക്കെ കേൾക്കുകയും കാണുകയും മനസ്സിലാക്കാനൊന്നും ശേഷിയില്ലാത്ത ഒരാളാണോ കെ സി വേണുഗോപാൽ? അദ്ദേഹം അറ്റ്ലീസ്റ്റ് AICCയുടെ ഒരു ജനറൽ സെക്രട്ടറി അല്ലേ? അത്രയും വലിയ പദവിയിലിരിക്കുന്ന ഒരാളല്ലേ? കോൺഗ്രസിൻ്റെ പല തെരഞ്ഞെടുപ്പുകൾക്കും ചുക്കാൻ പിടിച്ചിട്ടുള്ള ഒരാളല്ലേ? അതൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ട് എന്നുള്ളത് വേറൊരു അവസ്ഥ, വേറൊരു കാര്യമാണ്. എങ്കിലും ഇതിനൊക്കെ ചുക്കാൻ പിടിച്ചിട്ടുള്ള ഒരാളാണ്. ഈ ഒരു പൾസ്, ജനങ്ങളുടെ ഈ ഒരു പൾസ് അദ്ദേഹം കൃത്യമായിട്ട് മനസ്സിലാക്കണ്ടേ? അതായത് കെ സി വേണുഗോപാലിനുള്ള അനുകൂല ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തത് MLA മാർ അദ്ദേഹത്തെ പിന്തുണയ്ക്കാനുണ്ട്. 45ഓളം വരുന്ന ആൾക്കാർ അദ്ദേഹത്തെ പിന്തുണയ്ക്കാനുണ്ട്. ഏറ്റവും വലിയ പദവിയിലിരിക്കുന്ന ഒരാളാണ്, സീനിയോറിറ്റി വൈസ് മുൻപന്തിയിലുള്ള ഒരാളാണ്. ഇതാണ് കെ സി വേണുഗോപാലിന് അനുകൂലമായിട്ടുള്ളൊരു ഘടകം. വി ഡി സതീശന് അനുകൂലമല്ലാത്ത ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഇത് തന്നെയാണ്. അദ്ദേഹം ജൂനിയറാണ്. RC-നെയും KC-നെയും വെച്ച് നോക്കുമ്പോൾ വളരെ ജൂനിയറാണ്. അതോടൊപ്പം തന്നെ MLA-മാരുടെ പിന്തുണ അദ്ദേഹത്തിന് ഇല്ല. പിന്നെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പൊസിഷനും ഇതുവരെ അദ്ദേഹം എടുത്തിട്ടുള്ള, മന്ത്രിയായിട്ടില്ല. അല്ലെങ്കിൽ അങ്ങനെയുള്ള പല കപ്പിനും ചുണ്ടിനും ഇടയിൽ ഒരുപാട് സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെട്ട് വെട്ടി ഒതുക്കപ്പെട്ടിട്ടുള്ള ഒരാളാണ് ആര്? വി ഡി സതീശൻ എന്ന് പറയുന്നത്. ഇതാണ് അദ്ദേഹത്തിന് എതിരായിട്ടുള്ള കുറേയധികം ഘടകങ്ങൾ. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കഴിഞ്ഞ ദിവസം വി ഡി സതീശൻ തന്നെ ഇത് ഏതൊരു മാധ്യമത്തിന് എന്താണ് അഭിമുഖം നൽകിയപ്പം പറയുകയും ചെയ്തിട്ടുണ്ടായി. ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് നരേന്ദ്രമോദി വരുമ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് പൊസിഷൻ അല്ലെങ്കിൽ മന്ത്രിയോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കാര്യം അദ്ദേഹത്തിന് വഹിക്കേണ്ടി വന്നിട്ടുണ്ടോ എന്നാണ് വി ഡി സതീശൻ ചോദിച്ചത്. ഇല്ല. അപ്പം പിന്നീട് എന്ത് സംഭവിച്ചു എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പൊസിഷൻ കൃത്യമായിട്ടും മുഖ്യമന്ത്രി ആകുന്നതിന് മുമ്പ് ഒരാൾക്ക് ഉണ്ടാകണമെന്ന് പറയുന്നത് അല്ലെങ്കിൽ അങ്ങനെ ഷാഠ്യം പിടിക്കുന്നതിൽ യാതൊരു തരത്തിലുള്ള അർത്ഥമില്ല. MLA-മാരല്ല, സീനിയോറിറ്റി അല്ല, ജനങ്ങളുടെ പിന്തുണയാണ്, ജനങ്ങളുടെ സ്വീകാര്യതയാണ് മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നതിൽ ഹൈക്കമാൻഡ് കൈക്കൊള്ളേണ്ട അല്ലെങ്കിൽ നോക്കേണ്ട ഒരു മാനദണ്ഡം എന്നാണ് നിലവിൽ വരുന്ന എല്ലാ തരത്തിലുള്ള പ്രതികരണങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈവൻ രാഹുൽ ഗാന്ധിയുടെ അടക്കം പോസ്റ്റുകൾക്ക് താഴെ വിഡ്ഢിത്തം കാണിക്കരുത്, ദയവായിട്ട് വി ഡി സതീശനെ മുഖ്യമന്ത്രിയായിട്ട് തിരഞ്ഞെടുക്കൂ എന്ന് പറയുന്ന 1 ലക്ഷത്തിൽ കൂടുതൽ കമൻറ്റുകളാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇതൊന്നും ചെവിക്കൊള്ളാതെ, ഇതൊന്നും മനസ്സിലാക്കാതെ ഇത്രയും നാൾ പട നയിച്ചവനെ വെട്ടി ഒതുക്കാനാണ് കോൺഗ്രസ് തീരുമാനിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെ സംഭവിക്കാൻ പോവുകയാണ്. ഇതൊരു മുന്നറിയിപ്പാണ്. കോൺഗ്രസ് പിളരും, വലിയ നാശത്തിലേക്കും അധപ്പതനത്തിലേക്കുമാണ്
എന്താണ് കോൺഗ്രസ് എന്ന് പറയുന്ന UDF എന്ന് പറയുന്ന ഒരു വലിയ സംഘടന എത്തിച്ചേരാൻ വേണ്ടി പോകുന്നത്. ഇത് ഇവിടെ ഒരു വലിയ പ്രശ്നമായിട്ട് പലരും ഉന്നയിക്കുന്ന ഒരു കാര്യം ഞാൻ കഴിഞ്ഞ ദിവസം ശ്രദ്ധിച്ചു. പല മാധ്യമ പ്രവർത്തകരും, അതായത് ചില മാധ്യമ പ്രവർത്തകരുണ്ട്, അതായത് വായിലെ വലിയ നാവും വിവരക്കേടും മാത്രം ആയുധമാക്കി എന്താണ് മാധ്യമപ്രവർത്തനം നടത്തുന്ന കുറേ മാധ്യമപ്രവർത്തകരുണ്ട് നമ്മുടെ നാട്ടിൽ. അങ്ങനെയുള്ളവർ ലീഗിൻ്റെ പിന്തുണ VD സതീശനുണ്ട് എന്നുള്ളതാണ് ഒരു വലിയ മോശമായിട്ട് കണക്കാക്കുന്നത്. അതായത് VD സതീശൻ ഒരു വർഗീയവാദിയാണ്. ലീഗിൻ്റെ പിന്തുണ ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ലീഗ് പറയുന്നതിനനുസരിച്ചിട്ട് VD സതീശൻ തുള്ളും, ജമാഅത്തിയുടെ പിന്തുണയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അതിനൊരു വർഗീയ ആംഗിളിൽ സതീശനെ കണ്ടുകൊണ്ട് അദ്ദേഹത്തെ ടാർണിഷ് ചെയ്യാനുള്ള പല പരിപാടികളും ഇത്തരത്തിലുള്ള വിവരക്കേട് മാത്രം കൈമുതലാക്കി വെച്ചിരിക്കുന്ന പല മാധ്യമ പ്രവർത്തകരും നടത്തുന്നുണ്ട്. അതിലൊന്നും യാതൊരു തരത്തിലുള്ള അടിസ്ഥാനവുമില്ല. അദ്ദേഹം കഴിഞ്ഞ ആരാണ്, എന്താണ് അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റി എന്നുള്ളത് കഴിഞ്ഞ 5 വർഷത്തിലൂടെ അദ്ദേഹം വളരെ കൃത്യമായിട്ട് തെളിയിച്ചിട്ടുണ്ട്. ഇന്ന് കോൺഗ്രസ്സുകാർ മാത്രമല്ല മറ്റ് പാർട്ടിയിലുള്ള ആളുകൾ പോലും VD സതീശൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള കാരണമുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റിയാണ്, അദ്ദേഹത്തിൻ്റെ ക്രെഡിബിലിറ്റിയാണ്, അദ്ദേഹത്തിനോടുള്ള വിശ്വാസ്യതയാണ്, തുടങ്ങിയ കാര്യങ്ങൾ തന്നെയാണ്. ഈ വർഗീയത പറയുന്നവരോട് നമുക്ക് ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ. ഇപ്പം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വയനാട് രാഹുൽ ഗാന്ധി ജയിച്ചു, പ്രിയങ്ക ഗാന്ധി നിലവിൽ MP ആണ്. അവിടെ കോൺഗ്രസ് ഒന്നുമല്ല, ലീഗ് ഇല്ല എന്നുണ്ടെങ്കിൽ ഈ പറയപ്പെട്ട വർഗീയവാദികളുടെ സപ്പോർട്ട് കൂടിയാണ് ഈ പറയപ്പെട്ട രാഹുൽ ഗാന്ധിയും അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധി ജയിച്ചത്. മാത്രമല്ല കണ്ണൂർ സുധാകരൻ, അതേപോലെ കാസർഗോഡ് രാജ്മോഹൻ ഉണ്ണിത്താൻ, ഇവരൊക്കെ ജയിച്ചത് മലബാറിൽ ആരൊക്കെ ജയിച്ചിട്ടുണ്ടോ അതൊക്കെ ലീഗിൻ്റെ വൻ സപ്പോർട്ടോട് കൂടി തന്നെയാണ്. പിന്നെ മറ്റൊരു കാര്യം കൂട്ടിച്ചേർക്കാനുള്ളത്, നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കോൺഗ്രസ് എങ്ങനെ ഇന്ത്യയിൽ പല ഭാഗത്തും ഇല്ലാണ്ടായി, പ്രത്യേകിച്ച് തെക്കേ ഇന്ത്യയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ ഇല്ലാണ്ടായി. അതും ഈ പറഞ്ഞ പോലെ അവർ MLA-മാരെ ഭൂരിപക്ഷം നോക്കിയിട്ട് ജനങ്ങളുടെ ഒരു ഇത് നോക്കാണ്ട് വെച്ചിട്ടാണ് തമിഴ്നാട്ടിൽ, ആന്ധ്രയിൽ പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് എന്ന് പറയുന്നത് പാർട്ടി ഒട്ടപൂജ്യമായി മാറിയത്. അല്ല, ഇതെന്ന് പറയുമ്പോൾ ഇപ്പൊ തൃക്കരിപ്പൂരിൽ സന്ദീപ് വാര്യർ എങ്ങനെയാണ് ജയിച്ചത്? ലീഗിന്റെ വലിയ പിന്തുണയോട് കൂടിയിട്ടാണ് സന്ദീപ് വാര്യർ ജയിച്ചത്. അപ്പം ലീഗിനെയൊക്കെ വർഗീയവാദികളാക്കി ചിത്രീകരിക്കുക എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ളൊരു പ്രവണതയാണ്. കാരണം 1947 മുമ്പുള്ള ലീഗല്ല ഇപ്പോഴത്തെ ലീഗ് എന്ന് പറയുന്നത്. അവര് ഇന്ത്യൻ ഭരണഘടന അനുസരിച്ചിട്ട്, ഇന്ത്യൻ ജനാധിപത്യത്തിനനുസരിച്ചിട്ട്, പാർലമെന്ററി ഡെമോക്രസിക്ക് അനുസരിച്ചിട്ട് പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. കേരളത്തിലടക്കം കേരളത്തിനെ ഒരു മതേതര ചേരിയാക്കി നിർത്തുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള പങ്ക് വഹിക്കുന്ന കുടുംബങ്ങളാണ് പാണക്കാട് കുടുംബം അടക്കമുള്ളത്. അപ്പോൾ ഇതൊന്നും കാണാതെ അല്ലെങ്കിൽ ഇതൊക്കെ മറന്നുകൊണ്ട് പഴയ ലീഗാണെന്ന് പറഞ്ഞുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ മോശപ്പെട്ടുള്ളൊരു കാര്യമാണ്. ഒരു കാരണവശാലും തികഞ്ഞ വർഗീയത കളിച്ചുകൊണ്ടൊന്നും ലീഗിന് കേരളത്തിൽ നിലനിൽപ്പുണ്ടാകില്ല എന്ന് ഏറ്റവും ആദ്യം തിരിച്ചറിയുന്നത് ആരാണ്? ലീഗ് തന്നെയാണ്. അതുകൊണ്ട് ഒരിക്കലും അവർ ആ രീതിയിലേക്കൊന്നും പോകുന്നു നമുക്ക് കരുതാനേ സാധിക്കില്ല എന്നുള്ളതാണ്. കാരണം അത്രയും ബുദ്ധിമോശമോ അല്ലെങ്കിൽ അത്രയും വിവരക്കേടോ ലീഗ് കാണിക്കില്ല. മിതത്വമായിട്ട് മാത്രമേ ലീഗ് പെരുമാറുള്ളൂ. ഇതൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് VD സതീശനും അല്ലെങ്കിൽ കോൺഗ്രസിലെ എല്ലാ നേതാക്കളും പ്രവർത്തിക്കുന്നത്. ഇതെല്ലാവരും തിരിച്ചറിയണം എന്നുള്ളതാണ്. അതുകൊണ്ട് KCയോട് പറയാനുള്ളത്, ഇതൊരു മുന്നറിയിപ്പാണ്. ദയവായിട്ട് നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള പിടിവാശി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതങ്ങ് മാറ്റി വെക്കുക. ആ കോരിയ വെള്ളം അങ്ങ് ഒഴിച്ചു കളയുക. ജനങ്ങൾ ആഗ്രഹിക്കുന്നത്, ജൻസി ആഗ്രഹിക്കുന്നത്, ഒരുപാട് ആളുകൾ ആഗ്രഹിക്കുന്നത് VD സതീശൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് വരണം എന്നുള്ളതാണ്. അതുകൊണ്ട് KC വേണുഗോപാലിന് ആദരാഞ്ജലികൾ എന്ന് പറഞ്ഞുകൊണ്ടുള്ള കുറേയധികം പോസ്റ്ററുകൾ പോലും പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്നുണ്ട്. അതായത് മുഖ്യമന്ത്രിയായിട്ട് വരികയാണെങ്കിൽ KCയെ വെട്ടിക്കളയും, KCയുടെ തലയെ എടുത്തു കളയും എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പല പ്രസ്താവനകളുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയകളിലൊക്കെ ഉയരുന്നത്. അപ്പോൾ ഇതൊക്കെ കണക്കിലെടുക്കണം ഹൈക്കമാൻഡ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടുള്ളൊരു കാര്യം. അതുകൊണ്ട് KC ആദരാഞ്ജലികൾ മത്സരിച്ച് കഴിഞ്ഞാൽ കൊന്നുകളയും എന്നാണ് ഇരിക്കൂറിലടക്കമുള്ള കോൺഗ്രസിലെ ആൺകുട്ടികൾ പറയുന്നത്. അങ്ങനെ തന്നെ നടക്കാനല്ലേ യഥാർത്ഥത്തിൽ സാധ്യത. ഈ സാധ്യത യഥാർത്ഥത്തിൽ BJPക്ക്, പ്രത്യേകിച്ച് ശോഭാ സുരേന്ദ്രന് വലിയൊരു അവസരമായിട്ട് മാറിത്തീരുകയും ചെയ്യില്ലേ? ഇതിലൊരു കാരണം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലേക്ക് BJP വലിയ തലത്തിലുള്ള മുന്നേറ്റം അവർ കാഴ്ചവെക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഈ നിയമസഭയിലോട്ടല്ല പാർലമെൻറ്റിലോട്ട് നോക്കുമ്പോൾ BJPയുടെ ശതമാനം 19-നും 20-ൻ്റെ അടുത്ത് നമുക്ക് കാണാൻ പറ്റും. നിയമസഭയിലോട്ട് നോക്കുമ്പോൾ 15-ൻ്റെ അടുത്താണെന്നുണ്ടെങ്കിൽ പോലും ഇത്തരത്തിൽ കേസ് വന്നു കഴിഞ്ഞാൽ അവിടെ 2 ബൈ ഇലക്ഷൻ നടക്കും. ഒരു MLA സീറ്റിന് വേണ്ടിയിട്ടും ഒരു MP സീറ്റിന് വേണ്ടിയിട്ടും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ശോഭാ സുരേന്ദ്രൻ അവിടെ ജയിക്കും. എനിക്ക് തോന്നുന്നു നിലവിൽ 2ാം സ്ഥാനത്താണ് BJP ഉള്ളത്. അങ്ങനെ വരികയാണെങ്കിൽ ഇപ്പോൾ നിലവിൽ പാലക്കാടിൽ തോറ്റ് നിൽക്കുകയാണ് ശോഭാ സുരേന്ദ്രൻ.
തീർച്ചയായിട്ടും ശോഭാ സുരേന്ദ്രൻ എവിടെയൊക്കെ നിന്നിട്ടുണ്ടോ അവിടെയൊക്കെ വോട്ട് വർദ്ധിപ്പിച്ചിട്ടുള്ളൂ. ഇപ്പം നിലവിൽ പാലക്കാട് നിന്നപ്പോൾ പോലും ഏകദേശം 8000 വോട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അവിടെ നിന്ന് കഴിഞ്ഞാൽ ജയിക്കുമെന്ന് ഞാൻ ഉറപ്പ് പറയുന്നില്ല, പക്ഷേ ജയിക്കാനുള്ള സാധ്യത തള്ളിക്കളയുന്നില്ല അതേസമയം. പക്ഷേ ഈ പറഞ്ഞ പോലെ എന്തായാലും കോൺഗ്രസ് നല്ലൊരു ശതമാനം വോട്ട്, പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലെ കെ സിക്കെതിരെ ഇത്രയെതിരെ വിരുദ്ധമായിട്ടുള്ള തരംഗം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈവൻ കോൺഗ്രസ്സുകാർ പോലും ചിലപ്പം മാറ്റി വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമുക്ക് എന്താ പറയുക നിഷേധിക്കാൻ പറ്റാത്തൊരവസ്ഥയിലോട്ട് ഇത് എത്തിച്ചേരും. കെ സിയോടുള്ള പ്രതികാരം മൂലം ശോഭയെ ജയിപ്പിച്ച് കളയും. അതെ. ഇപ്പം ഈ 103 എന്ന് പറയുന്ന ഒരു സംഖ്യയിലേക്ക് UDF എത്തിയത് എങ്ങനെയാണ്? അതെന്ന് പറയുന്നത് എന്താണ്, അത്രയും വലിയ ജനവിരുദ്ധ, അതായത് പിണറായിയോടുള്ള വലിയ വിരുദ്ധ വികാരം, ദുർഭരണത്തോടുള്ള വലിയ വികാരം, ഇത് ഈ സംഖ്യയിലേക്ക് എത്തിച്ചത് യഥാർത്ഥത്തിൽ VD സതീശൻ തന്നെയല്ലേ? കാരണം ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഒന്നുമല്ലാത്ത കോൺഗ്രസിനെ മീൻസ് തുടർച്ചയായി 10 വർഷം പ്രതിപക്ഷത്ത് നിൽക്കുന്ന ഒരു പാർട്ടിയാണ്. ഒന്നുമല്ലായ്മയിൽ നിന്നും കൈപിടിച്ച് ഉയർത്തിയ ഒരു നേതാവാണ്. ഇപ്പം ഇതേ പ്രശ്നം നേരിടാൻ പോകുന്ന ഒരു പാർട്ടിയാണ് CPM. പറ്റ തകർന്ന് തരിപ്പണായി കിടക്കുകയാണ്. അപ്പോൾ ആര് പ്രതിപക്ഷ നേതാവ് എന്നുള്ളൊരു സ്ഥാനം അവിടെ കിടക്കുന്നുണ്ട്. ഇതേ സിറ്റുവേഷൻ കോൺഗ്രസിന് വന്നു കഴിഞ്ഞപ്പം ആരും ആ സ്ഥാനം ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നില്ല. അന്ന് ഹൈക്കമാൻഡ് പറഞ്ഞതിന് പ്രകാരം ഏറ്റെടുത്ത നേതാവാണ് ഈ VD സതീശൻ. അവിടെ നിന്ന് എന്താ പറയുക, അന്ന് ഏകദേശം എനിക്ക് തോന്നുന്നു 41-42 MLA ഉണ്ടായിരുന്നുള്ളൂ. അവിടുന്ന് ഇങ്ങോട്ട് എത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ പറഞ്ഞ പോലെ VD സതീശൻ്റെ ഒരൊറ്റ മിടുക്കൊണ്ട് മാത്രമല്ല കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലത്തുള്ള പല ഗ്രൂപ്പ് പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ മുന്നണികളിലെ ലീഗ് അല്ലെങ്കിൽ എന്താ പറയുക കേരള കോൺഗ്രസിലെ മറ്റു വിഭാഗങ്ങൾ, ഇവരെല്ലാവരും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റിയെന്നുള്ളതും എന്താ പറയുക അവർക്ക് അഡാപ്റ്റായ സീറ്റിൽ അവർ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ പോലെ VD സതീശന് വലിയ പൈസ ഉണ്ടായിക്കൊള്ളുന്നില്ല. ശരിയാണ്, KC ആയിരിക്കാം. ഓരോ MLA മാർക്കും വേണ്ടിയിട്ട് 2-1.5 കോടിയൊക്കെ ഇറക്കി എന്നൊക്കെ പറയുന്നുണ്ട്. ആ ഒരു സാമ്പത്തിക സാധനം ഇവരെ കയ്യിലില്ല. കാരണം ഒരു കേരള ഘടകത്തിൽ മാത്രം വർക്ക് ചെയ്യുന്ന ഒരാളാണ് പറഞ്ഞ പോലെ VD സതീശൻ. പക്ഷേ ദേശീയ തലത്തിൽ നേതാവ് എന്നുള്ള നിലയ്ക്ക് ഇവിടുന്ന് സ്വരൂപിക്കുന്ന പൈസകളെല്ലാം പോകുന്നത് AICCയിലോട്ടാണ്. അപ്പോൾ ആ ഒരു ഫണ്ട് അവരുടെ കയ്യിലുണ്ടാവും. അപ്പം ആ ഒരു ബലം വെച്ചിട്ടാണ് ഈ പറഞ്ഞ പോലെ KC വേണുഗോപാൽ തൻ്റെ ആധിപത്യം ഇവിടെ കാണിക്കുന്നത്. ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട കാര്യം ഗ്രൂപ്പ് കളിക്കാനായിട്ട് VD നിന്നില്ല എന്നുള്ളതാണ്. അതെ, ഇവർ മൊത്തം ഗ്രൂപ്പ് കളിച്ച് MLA മാര് തങ്ങളുടെ പക്ഷത്താക്കിയിട്ടുള്ള കളിയാണ് KC കളിച്ചത്. KC പോലും നേരത്തെ ഇതിനു മുമ്പ് പറയുന്ന എത്രയോ ബൈറ്റുകൾ ഇപ്പോൾ ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. എനിക്കിതിന് യാതൊരു താല്പര്യമില്ല എന്ന് പറഞ്ഞു മുഖ്യമന്ത്രി സ്ഥാനത്തിന്. അത് മാത്രമല്ല പുള്ളി തന്നെ സൂചനയായിട്ട് വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത്തവണ മത്സരിക്കാത്ത ആളുകൾക്ക് സർക്കാർ വന്നു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ടുള്ള ഒരു സ്ഥാനം ഉണ്ടാകുമെന്നും KC പറഞ്ഞിട്ടുണ്ട്. അതൊരു സൂചന തന്നെയാണ്. അപ്പം വളരെ നമുക്കറിയാം KC എന്ന് പറയുന്നത് പ്രത്യേകിച്ച് വ്യക്തിപ്രഭാവമൊന്നും ഇല്ലെങ്കിലും ബുദ്ധിപരമായിട്ട് ഈ സ്ട്രാറ്റജിയിൽ വളരെ എന്താണ് മുൻപന്തിയിൽ നിൽക്കുന്ന ഒരാളാണ് KC. അത് നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. പ്രത്യേകിച്ചും ഈ കുഞ്ഞികൃഷ്ണനെ ആയിക്കോട്ടെ, അതോടൊപ്പം തന്നെ നമ്മളെ സുധാകരനെ ആയിക്കോട്ടെ, പിന്നെ അതുപോലെ TK ഗോവിന്ദൻ കുഞ്ഞികൃഷ്ണനൊക്കെ കണ്ണൂരിൽ നിന്ന് ഉള്ള ആൾക്കാരാണ്. കണ്ണൂരിൽ നിന്ന് രാഷ്ട്രീയം പയറ്റി വളർന്ന ഒരാളാണ് KC വേണുഗോപാൽ എന്ന് പറയുന്നത്. അപ്പോൾ KCയുടെ ഒരു നേതൃത്വത്തിലാണ് ഇത്തരം ആളുകളെ അടുപ്പിക്കാനായിട്ട് ശ്രമിച്ചത്. അപ്പോൾ ആ സ്ട്രാറ്റജിയാണ് ഇത്തവണ ഏറ്റവും വലിയ രീതിയിൽ ഫലപ്രദമായത് UDFന്. കാരണം ലെഫ്റ്റ് ചേരിയിൽ നിന്ന് കുറേ പേരെ അടുപ്പിക്കാനായിട്ട് സാധിച്ചു എന്നുള്ളത്. അതുകൊണ്ട് KC ആണ് ഈ തെരഞ്ഞെടുപ്പിലെ യഥാർത്ഥ ഹീറോ എന്ന് പറഞ്ഞുകൊണ്ടാണ് KC വേണുഗോപാൽ അനുകൂലികൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരണങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് മാത്രമല്ല വാസ്തവം, അതൊരു യാഥാർത്ഥ്യമായി ആണെങ്കിൽ തന്നെ ജനങ്ങൾ ആഗ്രഹിച്ചത് VD സതീശന് വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് ഹൈക്കമാൻഡ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് KCക്ക് എല്ലാ രീതിയിലുള്ള മികവും മേന്മയും ഉണ്ടെങ്കിലും ഈ തെരഞ്ഞെടുപ്പിന് ചുക്കാൻ പിടിച്ചതും അല്ലെങ്കിൽ അതിനെ മുൻപന്തിയിൽ നിന്ന് നയിച്ചതും 100+ എന്ന് പറഞ്ഞിട്ട് ആ 100+ലേക്ക് എത്തിച്ചതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ VD സതീശനാണ്. പരിഗണിക്കേണ്ട മറ്റൊരു വിഷയം എന്ന് പറയുന്നത് മുൻപ് ഒരുപാട് സ്ഥാനങ്ങളിൽ നിന്ന് വെട്ടിമാറ്റപ്പെട്ടിട്ടുള്ള ഒരാൾ കൂടിയാണ് VD സതീശൻ. അതുകൊണ്ട് ഇത്തവണ ജനവികാരം മാനിച്ചുകൊണ്ട് VD സതീശനെ പരിഗണിക്കുക എന്നതാണ് ഏറ്റവും ഉചിതമായിട്ടുള്ള ആ ഒരു തീരുമാനം. കോൺഗ്രസ് എടുക്കുകയാണെങ്കിൽ അത് അവരെടുക്കുന്ന ഏറ്റവും ഉചിതവും ഏറ്റവും നല്ല തീരുമാനമായിരിക്കും. അതല്ലെങ്കിൽ കട്ടപ്പുകയാണ്.